ഞാനിന്ന് കണ്ട ഒരു ചെറിയൊരു വാർത്ത എനിക്കത് ഭയങ്കര സന്തോഷമായി. അത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകർക്കും ചിലപ്പോഴൊക്കെ സന്തോഷമാകും. കാരണം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനാകുന്നു എന്നൊരു സംഭവമാണ് കണ്ടത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ മൈക്ക് ഹസി, അതായത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് കോച്ചായിരുന്നു അദ്ദേഹം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുഖ്യ കോച്ചാകാനും കൂടെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു. മെന്ററായിട്ട് വരുന്നത് സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി. ഈ ഒരു വാർത്ത ശരിയാകണമേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ആരെങ്കിലും ഇത് അവരുടെ ഇമാജിനേഷൻ കൊണ്ട് കൊണ്ടുവന്നതാണോ, അവര് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയ കാര്യം കൊണ്ടുവന്നതാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ കണ്ടപ്പോൾ ഇത് നന്നാകും എന്ന് എനിക്ക് തോന്നി. കാരണം രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്ന ഒരു ടീമിനെ ഒരു IPL സീസണിൽ ഫൈനൽ വരെ എത്തിച്ച ഒരു താരമാണ് സഞ്ജു സാംസൺ. ക്യാപ്റ്റനായിട്ട് അപ്പൊ ക്യാപ്റ്റൻസിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ ഒരു പ്ലെയർ, സഞ്ജു സാംസനെ പോലെ ഒരു പ്ലെയർ എത്ര അവഗണനകൾ കൂടി കടന്നുപോയ ഒരു മനുഷ്യനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യൻ ടീമിൽ 2015 മറ്റോ വന്നതാണ്. അവിടെ ബെഞ്ചിലിരിക്കുന്നു, വെള്ളം കൊടുക്കാൻ പോകുന്നു. അവസരങ്ങൾ കാത്തിരുന്ന് വല്ലപ്പോഴും മറ്റേ കാറ്റടിച്ച ഒന്നോ രണ്ടോ തുള്ളിയും നമ്മൾ പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ സഞ്ജുവിന് വല്ലപ്പോഴും ഒരു അവസരം കിട്ടും, അവിടെ അടിക്കും. ചിലപ്പോൾ പ്രഷർ താങ്ങാൻ വയ്യാതെ വിക്കറ്റ് പോകുന്ന സാഹചര്യങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ കുറെ പേര് വിമർശിക്കാനുണ്ടാവും. എന്നതാണെങ്കിൽ എന്നെ ഇപ്പം ആ സഞ്ജുവിനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നല്ല വിലയ്ക്ക് രാജസ്ഥാൻ റോയൽസിൽ നിന്നും പറിച്ചെടുത്ത് അങ്ങ് കൊണ്ടുവന്നത്. ആദ്യത്തെ സീസണിൽ തന്നെ മോശമാക്കിയിട്ടില്ല. ക്യാപ്റ്റനായിട്ടല്ല, ടീമിന്റെ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായിട്ട് തകർക്കുമായിരുന്നു സഞ്ജു സാംസൺ. സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നത് 2 സെഞ്ചുറിയോ മറ്റോ ആണെന്ന് തോന്നുന്നു ആ സീസണിൽ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് ചെന്നൈക്കായിട്ട്. എന്തായാലും സഞ്ജുവിന്റെ വരവോടുകൂടി ചെന്നൈ ടീം ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട്. എങ്കിലും കുറച്ചൊക്കെ വീക്ക്നെസ്സും വീക്ക് പോയിന്റുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം മാറ്റി ടീമിനെ അഴിച്ചു പണിത് നല്ല സെറ്റാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. 5 കപ്പുണ്ടേ, 5 കിരീടം, 5 കപ്പ് എന്നും പറഞ്ഞ് നമ്മളെ എങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ഇതാണ്, നേടിയതാണല്ലോ. അതും സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ നേടിയ ആ ഒരു എന്താ പറയുന്നത് 5 കപ്പ് IPL കിരീടം. അപ്പോൾ ആ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു എന്നാ പറയുന്നത് ഒരു തീരുമാനത്തിന്റെയും കൂടെ ബലത്തിലാണ് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവന്നത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തിയപ്പോൾ മുതൽ സഞ്ജുവിന് കിട്ടിയ ആ ഒരു വരവേൽപ്പ് എന്നതാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ചെന്നൈക്കായിട്ട് മത്സരിക്കുന്നതിന് മുന്നെയാണ് സഞ്ജു ലോകകപ്പ് ഹീറോ ആയത്. ലോകകപ്പിൽ ഇന്ത്യക്കായിട്ട് സഞ്ജു നേടിയത് ചരിത്രപരമായിട്ടുള്ള റൺസും ഇന്ത്യൻ ടീമിനെ വിജയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് മുഖ്യ പങ്കും വഹിച്ച സഞ്ജുവാണ്. അതിന് തൊട്ട് മുന്നേ ഉള്ള സീരീസുകളിൽ നമുക്കറിയാം, പരാജിതനായിട്ട് തല കുനിച്ച് പോകേണ്ടി വന്ന മനുഷ്യന് മേജർ ടൂർണമെന്റിൽ ഇതുപോലെ നന്നായിട്ട് കളിക്കാൻ പറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഒരു മലയാളി എന്ന നിലയിൽ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ആ ഒരു സന്തോഷമാണ് ഓരോ കേരളീയർക്കും ഓരോ ഭാരതീയനും ഉണ്ടായത്. പ്രത്യേകിച്ച് സഞ്ജുവിനെ പോലെ നല്ലൊരു കളിക്കാരനുള്ളപ്പോൾ ഭയങ്കരമായിട്ട് സഞ്ജുവിനെ വിമർശിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. കാരണം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ സഞ്ജുവിന് കോമ്പറ്റീഷനായിട്ട് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഋഷഭ് പന്ത്, KL രാഹുൽ, അങ്ങനെയുള്ള കളിക്കാരുടെ എല്ലാ ഇടയിൽ നിന്നാണ് സഞ്ജു. ഇഷൻ കിഷൻ ഇപ്പോഴും ടീമിലുണ്ട്. ഇവർ രണ്ടും തമ്മിലാണ് പറയാതെ തന്നെ ഒരു മത്സരമുള്ളത്. ഈ സാഹചര്യത്തിലാണ് സഞ്ജുവിന്റെ ഭാഗത്തുനിന്നും നല്ലൊരു മത്സരം നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കണ്ടത്. ആള് സാഹചര്യത്തിനനുസരിച്ച് മാറുകയും അത്രയും കൂൾ മൈൻഡഡ് ആയിട്ട് കളിക്കുകയും ചെയ്ത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. പണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ ക്രീസിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. സച്ചിന്റെ ഓരോ സ്കോറും ഓരോ ഷോട്ടിനും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സച്ചിൻ 90കളിൽ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പിടപ്പുണ്ടായിരുന്നു. അതാണ് നമ്മുടെ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാൻ വേണ്ടി ക്രീസിൽ വരുമ്പോൾ അടിക്കണേ, ആദ്യത്തെ 10 ബോൾ നല്ലപോലെ ഫേസ് ചെയ്യണേ. ആ ഒരു 10 അല്ല 20 ബോൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സഞ്ജു ടെററാണ്, ടെറർ. അതല്ലാത്ത ഒരു സമയത്ത് പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിച്ചടിക്കുക. ഒന്നും നോക്കാനില്ല ചേട്ടാ, ബോൾ കാണുമ്പോൾ വലിച്ചടിക്കാന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ. എന്നതാണെങ്കിലും സഞ്ജുവിന്റെ ഒരു ശൈലി അതാണ്. പന്ത് വരുമ്പോൾ നോക്കി നിന്നിട്ട് ചുമ്മാ തട്ടിമുട്ടിയിടുന്ന പരിപാടിയൊന്നുമില്ല. അടിച്ച് പൊളിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റേ ഉള്ളൂ. അതിപ്പം ഏത് കൊലകൊമ്പം ബോളർ ആണെങ്കിലും പുള്ളി വീശും, അടിക്കും. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. എന്നാലും എന്തുമാത്രം അവഗണനകളാണ് നമുക്കറിയാം. സഞ്ജു സാംസനെ എവിടെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ അവിടെയെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള
ടീം സെലക്ഷനുകൾ എന്തോരം പേരെ, അതായത് ഒരു 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 യുദ്ധത്തിന് ഇറങ്ങുക ഒരു മനുഷ്യൻ, ഒറ്റയാൾ പോരാട്ടം. സെലക്ടേഴ്സ്, കോച്ച്, ടീമിലെ കളിക്കാര്. പണ്ടത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ ഈഗോയുടെ ഒരു പരിപാടി എന്ന് പറയുന്നില്ല, എന്നാ ഒരു സെറ്റപ്പ് പരിപാടിയായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലി, വീരേന്ദർ സെവാഗ്, VVS ലക്ഷ്മൺ, യുവരാജ് സിംഗ്, മുഹമ്മദ് കൈഫ്, ഹർഭജൻ സിംഗ്, സഹീർ ഖാൻ, അങ്ങനെ എത്ര എണ്ണം പറഞ്ഞ കളിക്കാര്. സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായിട്ട് ഇന്ത്യനെ ഒരു നല്ല ലെവലിലേക്ക് വാർത്തെടുത്തു. പിന്നീട് മഹേന്ദ്ര സിംഗ് ധോണി ആ ഒരു ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ടീം ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമിനെ ഗാംഗുലി സെറ്റ് ചെയ്തു. അവിടെ നിന്ന് ധോണി ആ ടീമിനെ ഉന്നതങ്ങളിൽ എത്തിച്ചു. നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ഒരു ഈഗോ എന്ന് പറയുന്ന സാധനമില്ല. കാരണം സൗരവ് ഗാംഗുലിനെ നയിച്ചിട്ടുള്ള ഒരു നായകനാണ് മഹേന്ദ്ര സിംഗ് ധോണി. വേണമെങ്കിൽ സൗരവ് ഗാംഗുലിക്ക് അന്നൊരു ഈഗോ വെക്കാമായിരുന്നു. മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്ന പയ്യൻ, ഇവന്റെ കീഴിൽ ഞാൻ കളിക്കണോ എന്നൊരു ഈഗോ വെക്കണമായിരുന്നു. അങ്ങനെ ഒരു ഈഗോയ പരിപാടിയൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഇവരെല്ലാം ധോണിയുടെ അണ്ടറിൽ കളി എന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ ടീമിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആർക്കും തമ്മി ഒരു ഇതില്ല. എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ടീമിൽ എൻ്റെ സ്ഥാനം വേണം എന്നുള്ളൊരു പരുവത്തിലാണ് എല്ലാവരുടെയും ഒരു കളി കാണും. വിക്കറ്റ് വീഴുമ്പോഴൊക്കെ ഉള്ള ആഹ്ലാദ പ്രകടനം, കളി ജയിക്കുമ്പോൾ ഉള്ള ആഹ്ലാദ പ്രകടനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അവിടെ ഒരു ബാലൻസ് ഇല്ലാത്തൊരു സെറ്റപ്പ് നമ്മൾ കാണുന്നുണ്ട്. ഇനി മാത്രമല്ല ഇന്ത്യൻ ടീമിലെ പരിക്കിനെ കുറിച്ചും പറയാം. എല്ലാ കളിക്കാർക്കും ഭയങ്കര പരിക്കാണ്. ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, അതുപോലെയുള്ള താരങ്ങൾക്കെല്ലാം എപ്പോഴും പരിക്കാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പം BCCI തന്നെ തല പുകച്ച് ആലോചിക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന്. എന്തായാലും നമ്മൾ സഞ്ജു സാംസന്റെ കാര്യം പറഞ്ഞു വന്നിട്ട് ഇവിടം വരെ എത്തി. ഏതായാലും ഇങ്ങനെയുള്ള ഒരു ടീമിലാണ് സഞ്ജു സാംസൺ നിൽക്കുന്നത്. ടീമിൽ എത്തണ്ട, ടീമിൽ കയറാനായിട്ട് സഞ്ജുവിന് എപ്പോഴും ചാൻസ് ഉള്ളപ്പോൾ, അതായത് ഒരു വേക്കന്റ് പ്ലേസ് ഉള്ളപ്പോൾ പോലും അവിടെ സഞ്ജു എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും സഞ്ജു സാംസനെ ടീമിലേക്ക് കടത്തിവിടാത്ത ചില ലോബികൾ, ചില സെലക്ടേഴ്സ്, പ്രത്യേകിച്ച് അജിത് അഗാക്കർ എന്ന് പറയുന്ന മനുഷ്യനൊക്കെ സഞ്ജുവിനോട് എന്തോ മൂത്ത ദേഷ്യമുള്ളത് പോലെയാണ്. ഒരിക്കലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, സുനിൽ ഗവാസ്കർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ലിറ്റിൽ മാസ്റ്റർ ഒരുപാട് സഞ്ജുവിനെ വിമർശിച്ച സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നൊക്കെ സുനിൽ ഗവാസ്കറിനെ ഒരുപാട് ഞാനും ഈ പറയുന്ന വ്ലോഗ് ചെയ്തപ്പോൾ ഇദ്ദേഹം എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സുനിൽ ഗവാസ്കർ തന്നെ ഇപ്പൊ സഞ്ജുവിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. കാരണം ഒരു ലോകകപ്പ് ഹീറോ ആണ് സഞ്ജു. സുനിൽ ഗവാസ്കറിന്റെ മുമ്പിൽ നിന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് സഞ്ജു സാംസൺ. സുനിൽ ഗവാസ്കറിന്റെ മുന്നിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കമന്റേറ്റർ എന്ന നിലയിൽ അദ്ദേഹം ഒരു സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ താരത്തെയും വിശകലനം ചെയ്യുകയും അവരുടെ വീക്ക്നെസ്സും അവരുടെ ഒരു പവർ ആയിട്ടുള്ള, അതായത് അവരുടെ മെയിൻ സ്ട്രെങ്തോ എന്താന്നൊക്കെ ഇവർ കളി വിലയിരുത്താറുണ്ട്. അപ്പൊ അതിൽ സഞ്ജു സാംസൺ എന്ന് പറയുന്ന കളിക്കാരനെ കുറിച്ച് എപ്പോഴും വിമർശനങ്ങളും വരും, സഞ്ജുവിന്റെ സ്ട്രെങ്ത്തും എല്ലാം പറയാറുള്ളതാണ്. അപ്പൊ ഏതായാലും ഇപ്പോൾ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനായി വരുമ്പോഴത്തേക്കും വളരെ സ്ട്രോങ് ആയിരിക്കും. കാരണം സഞ്ജുവിനെ പോലുള്ള ഒരു ക്യാപ്റ്റൻ ടെൻഷൻ ഇല്ലാതെ കളിക്കുന്നത് നമ്മൾ രാജസ്ഥാൻ റോയൽസിൽ കണ്ടിട്ടുള്ളത്. വളരെ കാം ആൻഡ് കൂൾ ആയിട്ട് നിന്ന് ഒരു ടീമിനെ നയിക്കാനായിട്ട് മിടുക്കനാണെന്നുള്ളത് അദ്ദേഹത്തിനോട് കളിച്ചിട്ടുള്ള ജോസ് ബട്ട്ലർ, യുസ്വേന്ദ്ര ചാഹൽ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. യുസ്വേന്ദ്ര ചാഹൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു സ്പിന്നർ എന്ന നിലയിൽ ഡെത്ത് ഓവർ എറിയാൻ വേണ്ടിയിട്ട് സഞ്ജു സാംസൺ അവസരം നൽകി കൊടുത്തു. ഡെത്ത് ഓവറുകളിൽ വിക്കറ്റ് വീഴിക്കാൻ യുസ്വേന്ദ്ര ചാഹൽ സാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പം സഞ്ജു സാംസൺ എന്ന് പറയുന്ന ക്യാപ്റ്റനിൽ നിന്നും ഒരുപാട് ചെന്നൈ സൂപ്പർ കിങ്സ് എന്താ പറയുക നേടാനുണ്ട്. മാത്രമല്ല സഞ്ജു എന്ന് പറയുന്ന പ്ലെയറിന്റെ പേര് ഇന്ത്യൻ ടീമിന്റെ നായകനാകണമെന്ന് വരെ പല സമയങ്ങളിലും ഉയർന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിൽ. പക്ഷെ അവിടെയൊക്കെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം. വൈസ് ക്യാപ്റ്റനായിട്ട് തിലക് വർമ്മ വരികയും പിന്നെ എങ്ങനെ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ല്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഒരു പ്ലെയറിന് ഒരുത്തനെ കാണാൻ മേല എന്ന് പറയുന്ന ഒരു ലെവലിലൊരു ടീമാണ് ഇന്ത്യ. മറ്റൊരു കാര്യം കൂടെ പറയാം, ഇന്ത്യൻ ടീമിൽ ബോളേഴ്സിന്റെ കാര്യം. പണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, വീരേന്ദർ സെവാഗ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ടീമിൽ ഇഷ്ടം പോലെ ബോളേഴ്സ് ഉണ്ടായിരുന്നു. മെയിൻ ബോളേഴ്സ് മാത്രമല്ല, അല്ലാതെയുള്ള കുറച്ച് ബോളേഴ്സും കൂടെ ഉണ്ടായിരുന്നു. യുവരാജ് സിംഗ്, വീരേന്ദർ സെവാഗ്, സച്ചിൻ ടെണ്ടുൽക്കർ വരെ പന്തെറിയുമായിരുന്നു. അതായത് ആവശ്യത്തിനനുസരിച്ച് ആ ടീമിനെ യൂസ് ചെയ്യുമായിരുന്നു. അന്ന് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഒരു ഇത്. ഇപ്പോഴത്തെ ഒരു രീതിയിൽ ആ ഒരു മൊത്തത്തിലൊരു ഘടനയില്ല, മൊത്തം ഒരു ചെതറിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്.
ഒരുത്തനെ കാണാൻ മേല എന്ന് പറയുന്നത്. സഞ്ജുവിന് പറ്റുന്ന ഒരു അവസ്ഥ ഇതാണ്. കാരണം സഞ്ജു സാംസൺ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നോക്കുന്ന ടീമിൽ ഉണ്ടാകുന്ന കുറച്ച് ഈഗോ പ്രശ്നം, പ്ലസ് ടീം സെലക്ടേഴ്സിന് സഞ്ജുവിനോടുള്ള എന്തോ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ സ്ഥിരത ഇല്ല എന്നും പറഞ്ഞാണ് സഞ്ജുവിനെ പലപ്പോഴും മാറ്റുന്നത്. ആ സമയത്ത് ഇന്ത്യൻ ടീമിൽ തന്നെ സ്ഥിരതയില്ലാതെ കളിക്കുന്ന പ്ലേയേഴ്സ് ടീമിൽ അവിടെ ഒട്ടിക്കിടക്കുക, ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചതുപോലെ. അതൊന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് കാണുമ്പോൾ അറിയാം ഇതൊക്കെ എന്തിനാ, മനഃപൂർവ്വം അവഗണിക്കുന്നതാണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും എത്ര അവഗണനകൾ ഉണ്ടെങ്കിലും സഞ്ജു സാംസൺ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ടീമിൽ അവസരം കിട്ടിയാൽ താൻ തൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരിക്കും. താൻ തൻ്റെ പ്രകടനം മികച്ച രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കും. അത് എപ്പോൾ വിളിച്ചാലും അത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു ടീം മാൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ട്. ഏതായാലും സഞ്ജുവിൻ്റെ പേരിൽ സഞ്ജു നായകനായിട്ട് നറുക്ക് വീഴുകയാണെങ്കിൽ അത് ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു വമ്പം മുതൽക്കൂട്ടായിരിക്കും. മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം ഇതുപോലെ കാമാൻ കൂൾ ആയിട്ട് നിൽക്കുന്ന ഒരു നായകനെ നമുക്ക് കാണാൻ കഴിയും ചെന്നൈ സൂപ്പർ കിങ്സിലൂടെ. അപ്പോൾ എന്തായാലും സഞ്ജു സാംസൺ അങ്ങനെ ചെന്നൈയുടെ നായകനാകുന്നതും കാത്ത് ഇരിക്കുകയാണ്. ആ വാർത്ത ശരിയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആകട്ടെ. ബൈ.